മുകളിൽ ഒരാൾ എല്ലാം കാണുന്നുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഈ പ്രയോഗം ശരിയായത്. മുകളിലിരുന്ന് എല്ലാം ഒപ്പിയെടുക്കുന്ന ഒരാളുണ്ടാകും. എവിടെയും കാണും, ആരും കാണാതെ മറഞ്ഞിരിക്കുന്നുണ്ടാവും. കുഞ്ഞൻ കണ്ണുകൾ കൊണ്ട് എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടാവും. CCTV ക്യാമറകളെക്കുറിച്ചാണ് പറയുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ അഥവാ CCTV നിങ്ങളുടെ ചുറ്റുപാടിൽ എവിടെയുമുണ്ട്. ട്രാഫിക് ലൈറ്റുകളിൽ, ഹോട്ടലുകളിൽ, ഓഫീസുകളിൽ, പലചരക്ക് കടകളിൽ പോലും. എന്നാൽ ഈ ക്യാമറകളെ ആരാണ് നിരീക്ഷിക്കുന്നത്? ഇവ സുരക്ഷാ ഭീഷണിയാകുമോ? ഇന്ത്യ ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ്. ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന CCTV ക്യാമറകൾ വെറും കണ്ണുകൾ മാത്രമല്ല, അവ വിദേശ ശക്തികളുടെ ചെവികളാവാം, കണ്ണുകളാവാം എന്നാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ പുതിയ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു. 2025 ഏപ്രിൽ 9 മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നതോ ഇറക്കുമതി ചെയ്യപ്പെടുന്നതോ ആയ എല്ലാ ഇൻ്റർനെറ്റ് കണക്റ്റഡ് CCTV ക്യാമറകളും സർക്കാർ അംഗീകൃത ലാബുകളിൽ കർശനമായ സൈബർ സുരക്ഷാ പരിശോധനകൾ വിജയിക്കണം. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പ്രത്യേക ആശയവിനിമയ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുകയാണെങ്കിൽ സോഴ്സ് കോഡ് പോലും ആവശ്യപ്പെടാം. വിദേശത്തുള്ള ഫാക്ടറികൾ പോലും ഓഡിറ്റിന് വിധേയമാകാം. സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ വിൽപ്പന നടക്കില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഈ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്, ഒരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ ഒരു വലിയ ചോദ്യം ഇതാണ്: ഇതിന് പിന്നിൽ ചൈനയാണോ എന്നാണ്. ഇന്ത്യ ഔദ്യോഗികമായി ചൈനയുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ ചൈനീസ് സ്വാധീനം വ്യക്തമാണ്. ലോക CCTV വിപണിയുടെ 45% ചൈന നിയന്ത്രിക്കുന്നു. ഇന്ത്യയിലെ CCTV ഘടകങ്ങളുടെ 80% ചൈനയിൽ നിന്നാണ്. ഹൈക്വിഷൻ, ദഹുവ എന്നീ ചൈനീസ് കമ്പനികൾ ഇന്ത്യൻ വിപണിയുടെ 30% പിടിച്ചിരിക്കുന്നു. എന്താണ് പ്രശ്നം? ചൈനയുടെ നാഷണൽ ഇൻ്റലിജൻസ് നിയമപ്രകാരം അവിടുത്തെ കമ്പനികൾ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കണം. ഇത് ചൈനീസ് ടെക് ഉപകരണങ്ങളെ ഒരു ട്രോജൻ ഫോഴ്സാക്കി മാറ്റിയേക്കാം. 2022 അമേരിക്ക ഹൈക്വിഷൻ, ദഹുവ എന്നിവയെ ദേശീയ സുരക്ഷാ ഭീഷണിയായി കണ്ട് വിലക്കി. ഓസ്ട്രേലിയയും UK-യും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പോൾ ഇന്ത്യയും ജാഗ്രതയിലാണ്. ഏപ്രിൽ 2 മോട്ടോറോള, ബോഷ്, ഹണിവെൽ, ഷവോമി, ഹൻവ തുടങ്ങിയ 17 കമ്പനികളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ യോഗം ചേർന്നു. നിയമങ്ങൾ നടപ്പാക്കുന്നത് വൈകിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഈ നയം നിലവിലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളെ ബാധിക്കും, അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ സർക്കാർ വഴങ്ങിയില്ല. ഷവോമി പോലുള്ള കമ്പനികൾക്ക് ചൈനയിലെ കോൺട്രാക്ടർമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാതെ പരിശോധന മുന്നോട്ടു പോകില്ലെന്ന് അറിയിപ്പ് ലഭിച്ചു. ഈ നിയമങ്ങളുടെ ലക്ഷ്യം എന്താണ്? സ്പൈവെയർ മറച്ചുവെച്ച ക്യാമറകളെ തടയാൻ ഒരു ഡിജിറ്റൽ ചെക്ക് പോസ്റ്റ് സൃഷ്ടിക്കുക. 2020 അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ചൈനീസ് ടെക്കുകളോട് കർശനമായ നിലപാട് സ്വീകരിച്ചു. ടിക്ടോക്ക് ഉൾപ്പെടെ ഡസൻ കണക്കിന് ആപ്പുകൾ നിരോധിച്ചു. സ്വദേശി നിർമ്മാണം പ്രോത്സാഹിപ്പിച്ചു. CCTV നിയന്ത്രണം ഈ കഥയുടെ പുതിയ അധ്യായമാണ്. ഇന്ത്യയുടെ CCTV വിപണിയെ ഇത് ബാധിക്കുമോ? 2024 വിപണി $3.5 ബില്യൺ 2030 $7 ബില്യൺ പ്രതീക്ഷ. 27% ഡിമാൻഡ് പൊതുമേഖലയിൽ നിന്നും ബാക്കി സ്വകാര്യ വാങ്ങലുകളിൽ നിന്നുമാണ്. പക്ഷേ 342 നിർമ്മാതാക്കളുടെ അപേക്ഷകൾ പെൻഡിംഗ് ആണ്. ഒരു വിദേശ കമ്പനിക്ക് മാത്രമാണ് ഇതുവരെ അനുമതി ലഭിച്ചത്. ഇന്ത്യൻ ബ്രാൻഡായ CP+ന് വിപണിയുടെ പകുതിയോളം നിയന്ത്രിക്കുന്നവർക്ക് ഈ നിയന്ത്രണം ഗുണം ചെയ്യുന്നു. ഇനി എന്താണ്? കൂടുതൽ പരിശോധനകൾ, ഒരുപക്ഷെ കൂടുതൽ ലാബുകൾ, കൂടുതൽ ജാഗ്രത. ഇന്ത്യയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ക്യാമറ ഞങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചു നോക്കുന്നു. ഇത് വെറും ക്യാമറകളെക്കുറിച്ചല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ചാണ്. ഒരു ചെറിയ ലെൻസിനുള്ളിൽ വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം.